പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. അല്പനിമിഷത്തെ വേദ വിചനത്തിനായ ഒരു വാക്യം നമുക്ക് വായിക്കാം. 108 സങ്കീർത്തനം അതിൻ്റെ 6 വേദഭാഗം ഇങ്ങനെ കാണുന്നു: നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് യഹോവയുടെ തൃക്കരം നീട്ടി ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ്. നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തിന് പ്രിയരായവർ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അതിപ്രധാനമായിരിക്കുന്ന തിരുവെഴുത്തുകൾ ഇതിൽ കൂടി നമുക്ക് സവിസ്താരം കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കാണുമ്പോൾ, അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ജനമെല്ലാം സ്നാനമേൽക്കുവാൻ ഇറങ്ങി വരുമ്പോൾ യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു മന്ദമായ ശബ്ദം: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി ആ യോർദാനിൽ ഇറങ്ങി വന്ന് പുത്രനായിരിക്കുന്ന യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പറയുന്ന ശബ്ദമാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം തുറന്നു. പ്രിയമക്കൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ദിവസങ്ങളാണ്. പ്രിയമക്കൾക്ക് വേണ്ടി അടയപ്പെട്ട വാതിലുകൾ തുറക്കുന്ന സന്ദർഭങ്ങളാണ്. ആരും എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നില്ല. എൻ്റെ വാതിലുകളെല്ലാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ച വാതിലുകളെല്ലാം അടയപ്പെട്ടു, എല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു എന്ന് ശത്രു നിൻ്റെ ചെവിക്കത്ത് മന്ദസ്വരത്തോടു കൂടി സംസാരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം വചനം പറയുകയാണ്: നീ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, പ്രിയ മകൻ, പ്രിയ മകൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗം എനിക്കും നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുകയാണ്. വചനം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിൻ്റെ ദേശത്ത് സൗഖ്യം വരുത്തുവാനിടയായിത്തീരും. തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കുവാനിടയായിത്തീരും. ആ കേൾക്കുന്ന പ്രാർത്ഥന നിൻ്റെ ഭവനത്തിന് മാത്രമല്ല, ചുറ്റുപാടുകൾക്ക് മാത്രമല്ല, ദേശത്ത് വലിയൊരു സൗഖ്യം വരുത്തുവാനിടയായിത്തീരും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, പ്രിയമക്കൾക്ക് ചില ക്വാളിറ്റികളുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന, പ്രിയമക്കളെ പോലെ തന്നെ നാം അനുകരിക്കണം. ദൈവത്തിൻ്റെ പ്രിയമക്കൾ, അവർക്ക് ചില യോഗ്യതകളെ പറ്റി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വാക്യം 4-ന്റെ-25 പറയുന്നത്, പ്രിയമക്കൾ സത്യം സംസാരിക്കുക. നമ്മുടെ തരം തുറന്ന് സത്യം മാത്രമേ സംസാരിക്കാം ഉള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. അടുത്തത് വാക്യം 26 പറയുന്നത്, കോപം ഉപേക്ഷിക്കുക, കോപം കളയുക. ജഡത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് കോപം, ക്രോധം, ശാഠ്യം. ഇവയൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ ഈ വകയൊക്കെ ഒരു ദൈവ പൈതൽ, എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമക്കൾ എന്ന ആ വലയത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ ഈ വകയെല്ലാം ഉപേക്ഷിച്ച് ദൈവ തേജസ്സുള്ളവരായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ധാരണയോട് മുമ്പോട്ട് നടക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ചില പ്രവൃത്തികൾ ഉരിഞ്ഞുകളയണം, ഉപേക്ഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ അനുശ്വാസിപ്പിക്കുന്നത്. അടുത്തത് 27-28 പറയുന്നത്, പ്രിയമക്കൾ ദാനം ചെയ്യുന്നവരായിരിക്കണം, നല്ല പറയുന്നവരായിരിക്കണം എന്നൊക്കെയാണ് പൗലോസ് എഫേസിലുള്ള ദൈവമക്കളോട് പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമുക്ക് ചുരുങ്ങിയ ആയുസ്സ് ഈ ഭൂമിയിൽ കർത്താവ് തന്നിരിക്കുന്നത് ദൈവമക്കളാക്കി നമ്മളെ ദേശത്തിൻ്റെ പല ഭാഗത്താക്കി വെച്ചിരിക്കുന്നത് അനേകർക്ക് പ്രയോജനമുള്ളവരായി, അനേകരെ സഹായിക്കുവാൻ, അനേകരുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കുവാൻ, അവരുടെ വേദനകളിൽ പോയി നമ്മൾ അവർക്കൊരു സഹായമായി തീരുവാൻ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സന്തോഷം മാത്രമല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിലും നാം ഭാഗവാക്കാകണം. മറ്റുള്ള വേദനകളിൽ നാം ഭാഗവാക്കാകണം. മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിനകത്ത് നമുക്ക് 20-ാം അധ്യായത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നത്, വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ്. പ്രാപ്തിയുള്ളവരെ സഹായിക്കുക. ഈ വകയൊക്കെയാണ് ഒരു പ്രിയ മക്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന്
പകൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയാം. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ താങ്ങുക, അവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുക. നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കുള്ള സഹായിപ്പാൻ ദൈവം നമുക്ക് വരം നൽകി. മറ്റുള്ളവരെ സഹായത്തിനായി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ, അവർക്കും ആശ്വാസമായി തീരുവാൻ നമ്മളായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.